ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മാത്സ് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ്. എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്ര നമുക്ക് കോൺഫിഡൻസ് കൂടും. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ പറയാറുള്ളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സസൊക്കെ ഓരോരോ ചാനൽസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി അത്ര സമയം നമുക്കുള്ളൂ. ഇനി എനിക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ചാപ്റ്റർ 10 പിന്നെ 12 13 ബാക്കിയെല്ലാം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ഇന്നലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. ആ ലൈവ് എടുക്കുന്ന സമയത്ത്, അതായത് ഞാൻ തന്നെയാണ് ആ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കല്. അപ്പോൾ ലൈവ് കാണുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് ഇന്നും കൂടി അത് തീർക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സ്റ്റഡി ബ്ലോഗ്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ഇക്വേഷൻസും ഓരോരോ പേപ്പറിലാക്കിയിട്ട് എഴുതി വെച്ചിട്ട് അതൊരു ബുക്ക് പോലെ നിങ്ങൾ സ്റ്റേപ്ലറോ മറ്റോ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് വായിച്ചാൽ മതി. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ നോക്കിയാൽ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വേറെ എഴുതിയിട്ട് ചൊറയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് എനിക്ക് പറയാനുള്ള ടിപ്പ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചില ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയ സാധനം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റാപ്ലർ അടിച്ചിട്ട്, അതായത് ഓരോരോ ചാപ്റ്ററിൻ്റെതും പേപ്പറിൽ എഴുതിയിട്ട് അതൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് വേണമെങ്കിൽ സ്കൂളിലേക്ക് ബുക്കും ഇതൊന്നും കൊണ്ടുപോകണ്ട, ഇത് മാത്രം കൊണ്ടുപോയാൽ തന്നെ മതി. ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെയും വേണ്ട ചാപ്റ്റേഴ്സിൻ്റെ മാത്രം മതിയാൽ മതി. നിങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടഫായിട്ടുള്ള പിന്നെ സോളിഡ്സ് പോലുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ബ്ലോഗ് ഇത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. തിങ്കളാഴ്ചയാണ് എക്സാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.